നടന് വേണ്ടിയിട്ട് ഒരു വലിയ ട്രിബ്യൂട്ട് ഒരുങ്ങുകയാണ് മലയാള സിനിമയിൽ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പലകുറിയായിട്ട് ചിന്തിച്ചു. അതിനൊരു ഉത്തരം കിട്ടുകയാണ് ഇപ്പോൾ. അതായത് അമ്മ സംഘടന, ഫെഫ്ക സംഘടന, KFPA, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് മോഹൻലാൽ എന്ന നടന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് ഷോ ഒരുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പിന്നണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വ്യക്തമാകുന്നത്. ആൻഡ് ഇതിനകത്ത് പ്രധാനപ്പെട്ട, അതായത് മലയാള സിനിമയിലുള്ള എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കും എന്നതിനേക്കാൾ ഉപരി മമ്മൂക്ക ഉണ്ടാകും. മമ്മൂക്കയായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് രജനീകാന്ത് ആണ് എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഒന്നും വ്യക്തമായ ഔദ്യോഗികമായ കാര്യങ്ങളല്ല. പക്ഷേ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ലാലേട്ടൻ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പോലെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം നേടിയിരിക്കുമ്പോഴേക്കും മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തി നിൽക്കുന്ന ഈ 2025 കേരള സർക്കാർ തന്നെ ലാലേട്ടനെ അനുമോദിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നു. മലയാളം വാനോളം ലാൽസലാം എന്നായിരുന്നു പരിപാടിയുടെ പേര്. അവിടെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും വന്ന് ആ ഒരു ആശംസ അറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വലിയ വിരുന്ന് തന്നെയാണ് നമ്മൾ ഒരുക്കുന്നതായിട്ട് കാണുകയും ചെയ്തത്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടാകുന്നില്ല? ലാലേട്ടനെ പോലെ മലയാള സിനിമ ഇത്രയും നാളും തൻ്റെ തോളിൽ ഏറ്റിയ ഒരു വ്യക്തി ഇത്രയും വലിയൊരു അവാർഡ് നേടുമ്പോഴേക്കും എന്തുകൊണ്ട് മലയാള സിനിമ ആർട്ടിസ്റ്റുകൾ ഒരു പരിപാടി സംഘടിപ്പിച്ചില്ല എന്ന് ചിന്തിക്കുന്ന സമയത്താണ് എല്ലാ സംഘടനകളും കൂടി ഒരുമിച്ച്, ഫെഫ്കയും KFPAയും അമ്മയും എല്ലാ സംഘടനകളും കൂടി ചേർന്ന്, ഫിയോക്കും എക്സിബിറ്റേഴ്സ് അസോസിയേഷനും, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി ഒരുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് 2025 പോലൊരു വർഷം മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനിയും 2 സിനിമകളാണ് ലാലേട്ടൻ്റെതായിട്ട് റിലീസാവാനുള്ളത്. ഒന്ന് വൃഷഭയാണ്. വൃഷഭയ്ക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നവംബർ 6 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. അത് ഡിസംബർ 25 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ടൊരു പുതിയ അറിവും കൂടി ആയിട്ട് വെച്ചോ. ഡിസംബർ 25 വൃഷഭയുടെ റിലീസായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മോഹൻലാൽ ക്യാമിയോ വേഷത്തിൽ എത്തുന്ന ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് ചിത്രമായ ബബ്ബ, ആ സിനിമയിലും മോഹൻലാൽ വരുന്നുണ്ട്. ആ സിനിമ 18 തീയതി ഡിസംബറിനാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഈ 2 സിനിമകളും ഈ വർഷം ഇനി ലാലേട്ടന് റിലീസാവാനുണ്ട്. അതും ഇരിക്കുകയാണ്. ഇപ്പം റിലീസ് ചെയ്തത് ഏതൊക്കെയാണ്? തുടരും, എംപുരാൻ, ഹൃദയപൂർവ്വം, ഛോട്ടാ മുംബൈയുടെ റിലീസ്, അങ്ങനെ ഒരു സെറ്റ് ഈ വർഷം മുഴുവൻ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് ലാലേട്ടൻ്റെ ഒരു ടെന്യൂർ പോയത്. രാവണപ്രഭുവിൻ്റെ റിലീസും ഉണ്ട്, അത് വേറെ. അപ്പോൾ ഇങ്ങനെ ഈ 5 പടങ്ങൾ കൊണ്ട് തിയേറ്ററോളമാക്കി മാറ്റിയ ലാലേട്ടന് ഇനിയും അടുത്ത 2 സിനിമകളാണ് ഈ വർഷം വരാനിരിക്കുന്നത്. അതിനിടയിലാണ് ദാദാസാഹേബ് ഫാൽക്കെ പോലൊരു പുരസ്കാരം കൂടി ലാലേട്ടനെ തേടിയെത്തുന്നത്. ആ പുരസ്കാരവേദി തന്നെ നോക്കിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു ലാലേട്ടൻ്റെ കൈകളിലേക്ക് ആ അവാർഡ് ഏൽപ്പിക്കുമ്പോൾ പോലും ഷാരൂഖ് ഖാനും റാണി മുഖർജിയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ താരങ്ങളും എഴുന്നേറ്റ് നിന്ന് എത്ര മിനിറ്റുകളാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ രാജ്യമൊട്ടാകെ തന്നെ ലാലേട്ടനെ അങ്ങേയറ്റം രീതിയിൽ വാഴ്ത്തിയ ഒരു ദിനം നമുക്ക് ജന്മത്തെ മറക്കാൻ കഴിയില്ല. അതിനുശേഷം ലാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തൊരു വീഡിയോ എല്ലാം കൂടെ പ്രദർശിപ്പിച്ചപ്പോഴേക്കും അൾട്ടിമേറ്റ് രോമാഞ്ചമാണ് വന്നത്. എനിക്കൊക്കെ അൾട്ടിമേറ്റ് രോമാഞ്ചമാണ് വന്നത്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഷോ, ലാലേട്ടന് വേണ്ടിയിട്ടൊരു ഷോ നടത്താനുള്ളൊരു പ്ലാൻ ഇങ്ങനെ എല്ലാ സംഘടനകളും കൂടി ചേർന്ന് നടക്കുന്നത്. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ എല്ലാവരെയും കൂടി അണിനിരത്തി ഒരു ഷോ ആക്കി, എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇവൻറ്റ് ഷോ ആക്കി മാറ്റാനാണ് നിലവിലത്തെ ധാരണ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വരും അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിലത്തെ റിപ്പോർട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ലാലേട്ടനെ വാഴ്ത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് നേതൃത്വം വഹിക്കാൻ മമ്മൂക്ക എത്തുന്നു എന്നുള്ളതൊക്കെയാണ് അണിയറയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ തുടരുമെന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ആ ഷോവിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ആയിരിക്കാം ലാലേട്ടനെ മുന്നോട്ട് കൊണ്ടുപോവുക, ഏതൊക്കെ രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോവുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെഗാ ഷോയൊക്കെ വരുമ്പോൾ ലാലേട്ടൻ അങ്ങ് ഫ്രീ വേർഡാണ്. ലാലേട്ടൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, വീണ്ടും സ്കിറ്റ് കളിക്കും, അങ്ങനെ എല്ലാത്തിലും ഇൻവോൾവ്മെൻ്റ് ഉള്ളത് നമ്മൾ പല അമ്മയുടെ ഷോകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ എങ്ങനെയായിരിക്കാം ഒരു പുതിയ രീതിയിലേക്ക് മാറ്റുക, എന്തൊക്കെയായിരിക്കാം പുതിയ ഷോയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. അതെങ്ങനെയൊക്കെ അതിൻ്റെ പ്ലാനിങ് സ്ട്രക്ചേഴ്സൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും കിട്ടിയ റിപ്പോർട്ടാണ് അത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരിക്കാം ഒരു പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ആയിട്ട് ഈ വേദിയിൽ എത്തുക എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2025 ലാലേട്ടൻ അവസാനിക്കും. 2026 ഒരു വലിയ പ്രോജക്റ്റുകളൊക്കെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ പോലീസുകാരനായിട്ടും പട്ടാളക്കാരനായിട്ടൊക്കെ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഞെട്ടിപ്പിക്കാനും ഇനിയും വിസ്മയിപ്പിക്കാനും ലാലേട്ടൻ തുടരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.